നിങ്ങൾ അവിടെയാണ് ഇരിക്കേണ്ടത്. പാറു, നീ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ ഒന്ന് തൊഴുതിട്ട് വരട്ടെ. നീ ഈ ചടങ്ങ് കാണാൻ വേണ്ടിയാ ഞാൻ ഇത്രയും വൈകിച്ചത്. ഇവിടുത്തെ എല്ലാ ചടങ്ങുകളും കഴിയുന്നത് വരെ എങ്ങോട്ടും പോകരുത്. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തന്നെ നിന്നെ തൊഴാൻ കൂട്ടിക്കൊണ്ടു പോവാം. മനസ്സിലായോ? അപ്പോ വായിക്കാമല്ലോ അല്ലേ? വായിച്ചോളൂ തിരുമേനി. വായിക്കാൻ വരട്ടെ തിരുമേനി. എന്താ ചേട്ടാ, എന്താ കാര്യം? പത്രം വായിക്കുന്നതിന് മുമ്പ് എനിക്ക് പ്രിയനോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്താ ചേട്ടാ ഇത്? ഈ അവസാന നിമിഷത്തിൽ എന്താ സംസാരിക്കാനുള്ളത്? എന്താണെങ്കിലും പത്രം വായിച്ചു കഴിഞ്ഞിട്ട് പോരെ? പോരാ. എല്ലാം തീരുമാനിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾക്ക് എനിക്ക് വ്യക്തത കിട്ടണം. തുളസിയെ പ്രിയന് കല്യാണം കഴിച്ചു കൊടുക്കാൻ എനിക്കും സുമയ്ക്കും നിനക്കും സമ്മതമാണെന്ന് എല്ലാവർക്കും അറിയാം. തുളസി കുട്ടിക്കാലം മുതൽ പ്രിയനെ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്ന കുട്ടിയാ. അത് പിന്നെ എനിക്ക് അറിയില്ലേ. പ്രീനെന്ന് പറഞ്ഞാ അവക്ക് ജീവനാ. ഞാൻ മുഴുവനും പറഞ്ഞു തീർന്നില്ല. എന്റെ മകളെ കല്യാണം കഴിക്കാൻ പ്രിയന് സമ്മതമാണോ? എന്താ മോഹൻ ചേട്ടാ, അവസാന നിമിഷം അമ്മാവൻ കഥയിൽ ട്വിസ്റ്റ് ഉണ്ടെന്നല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇദ്ദേഹം എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ചോദിക്കുന്നത്? പറ മോനെ, നിനക്ക് സമ്മതമാണോ? അടുത്ത ചാടിയൊന്നും പറയല്ലേ പ്രേം ചേട്ടാ. എന്താ ചേട്ടാ ഇങ്ങനെ അവസാന നിമിഷത്തിൽ ഓരോന്ന് ചോദിക്കുന്നത്? അവന്റെ സമ്മതമില്ലാതെ ശോഭ നമ്മളെല്ലാരും വിളിച്ച് ഈ ചടങ്ങ് നടത്തോ? ഞാൻ ശോഭയുടെ ഉദ്ദേശത്തെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ പ്രിയന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കണം. കാരണം ഇത് എന്റെ മകളുടെ ഭാവിയുടെ കാര്യമാണ്. അവര് തമ്മിലുള്ള കല്യാണം നമ്മള് കുട്ടിക്കാലത്ത് തന്നെ തീരുമാനിച്ചുറപ്പിച്ചതല്ലേ? അവരുടെ കുട്ടിക്കാലത്ത് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് കരുതി കുട്ടികൾ അത് പാലിക്കണമെന്നില്ലല്ലോ. എന്റെ മകളുടെ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ പ്രിയൻ വലിയൊരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അവൻ പലരുമായി സംസാരിക്കുകയും ഇടപഴകുകയൊക്കെ ചെയ്യും. അവരിൽ ആരോടെങ്കിലും അടുപ്പം തോന്നിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. അതറിയാൻ വേണ്ടിയാ ഞാൻ ചോദിച്ചത്. എന്താ ചേട്ടാ ഇപ്പോഴാണോ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത്? ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാ സംസാരിക്കേണ്ടത്? കല്യാണം കഴിഞ്ഞിട്ടോ? നീ മിണ്ടാ നിക്ക്. നീ പറ മോനെ. നിന്റെയും ഭാവിയുടെ കാര്യമാ. ഇങ്ങനെ മിഴിച്ചു നിൽക്കാതെ സമ്മതമാണെന്ന് പറയടാ. ശോഭേ, നീ മിണ്ടാ നിക്ക്. ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി ഒരു തീരുമാനം എടുക്കരുത്. ഇത് നിന്റെ മാത്രമല്ല, തുളസിയും ബാധിക്കുന്ന വിഷയമാണ്. നീ തെറ്റായൊരു തീരുമാനമെടുത്താൽ അവളും ജീവിതകാലം മുഴുവൻ വിഷമിക്കേണ്ടി വരും. ഇങ്ങനെ മിണ്ടാ നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് പറ പ്രിയ. നിനക്ക് തുളസിയെ കല്യാണം കഴിക്കാൻ സമ്മതമാണോ? അല്ല. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയ ഞാനിവിടെ വന്നത്. ഇന്നിവിടെ എന്തൊക്കെ നടന്നാലും ഞാൻ ഒരിക്കലും തുളസിയുടെ കഴുത്തിൽ താലി കെട്ടില്ല. കലക്കിളിയ കൃത്യസമയത്ത് കൃത്യമായി പറയേണ്ട കാര്യം പറയേണ്ട രീതിയിൽ തന്നെ പറഞ്ഞു. വാസളിയാ, എന്തൊക്കെയാ മോനെ നീ പറയുന്നത്? ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല.